ഹായ് ഫ്രണ്ട്സ്, കേരള യൂണിവേഴ്സിറ്റി BA BSc-കാർക്ക് സെം 3-ൽ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കാണ് ഇംഗ്ലീഷ് ഓർ കരിയർ. ഈ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് 2023-ൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യ വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കാണാവുന്നതാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ആ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് പോകാം. പതിനൊന്നാമത്തെ ചോദ്യം മുതലാണ് നമുക്ക് നോക്കേണ്ടത്. 16 ചോദ്യങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ 8 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് ഉള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രണ്ടാമത്തെ ഭാഗം മുതൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ധാരാളം ഓപ്ഷൻസ് നമുക്കുണ്ട് എന്നതാണ്. നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന 8 എണ്ണം സിലക്ട് ചെയ്ത് എഴുതി മുഴുവൻ മാർക്കും വാങ്ങുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആൻസർ എനി 8 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. 11ാമത്തെ ചോദ്യം. പ്രൊവൈഡ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ എനി 2 ഓഫ് ദ ഫ്രേസസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതെങ്കിലും 2 ഫ്രേസുകൾക്ക് പകരം 1 വേർഡ് എഴുതുക. ഇതാണ് ചോദ്യം. ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഫ്രേസ് എന്ന് പറയുക. ഇവിടെ 4 ഫ്രേസുകളാണ് ഉള്ളത്. നിങ്ങൾ അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. നമുക്ക് ആ ഫ്രേസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ നമ്പർ ഓഫ് ഫിഷ് സ്വിമ്മിങ് ടുഗെദർ. ഒന്നിച്ച് നീന്തുന്ന മീനുകൾ. അവയ്ക്ക് എന്താണ് ഒറ്റ വാക്കിൽ പറയുക എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഷോൾ. സാധാരണ ഒന്നിച്ച് നീന്തുന്ന മീനുകളുടെ ഗ്രൂപ്പിനെ ഷോൾ എന്നാണ് പറയുക. സ്കൂൾ എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാം. ഇനി ബി, ഈസിലി സെറ്റ് ഓൺ ഫയർ. എളുപ്പത്തിൽ കത്തിക്കാവുന്നത്, എളുപ്പത്തിൽ തീ പിടിക്കാവുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്. ടാങ്കർ ലോറികളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇൻഫ്ലേമബിൾ, ഫ്ലേമബിൾ എന്നും പറയാം. ഇനി സി, ഇൻ എ ടൈംലി മാനർ. സമയോചിതമായി. ഇതിന് ചേരുന്ന ഒറ്റ വാക്ക് പ്രോംലി എന്നുള്ളതാണ്. ഇനി ഡി, പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ഡിസീസസ്. രോഗപ്രതിരോധ ശേഷിയുള്ള. ഈ അർത്ഥം വരുന്ന ഒറ്റ വാക്ക് ഇമ്മ്യൂൺ എന്നതാണ്. ഇനി ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് ഡിസീസസ് എന്നാണെങ്കിൽ അത് ഇമ്മ്യൂണിറ്റിയാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന അവസ്ഥ, രോഗത്തെ പ്രതിരോധിക്കുന്ന അവസ്ഥ, അതിന് നമ്മൾ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി എന്നാണ് പറയുക. ഇനി 12ാമത്തെ ചോദ്യം. ഗിവ് ദി ആന്റണിംസ് ഓഫ് 2 ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന വാക്കുകളിൽ 2 എണ്ണത്തിന്റെ ആന്റണിംസ് എഴുതുക, അതായത് ഓപ്പോസിറ്റ് എഴുതുക. എ, ജെന്യൂയിൻ. ജെന്യൂയിൻ എന്ന വാക്കിന്റെ അർത്ഥം റിയൽ അല്ലെങ്കിൽ ഓതന്റിക്, ശരിക്കുമുള്ള എന്നുള്ളതാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആൻസർ ഫേക്ക്. ഇനി ബി, കോഴ്സ്. റഫ് അല്ലെങ്കിൽ ഹാർഷ്, പരുക്കനായ എന്നതാണ് ഇതിന്റെ അർത്ഥം വരിക. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സോഫ്റ്റ് അല്ലെങ്കിൽ സ്മൂത്ത്. ഇനി സി, ബോയിസ്റ്ററസ്, നോയ്സി, ലൗഡ്, വൈൽഡ്, നല്ല ഉച്ചത്തിലുള്ള, ഭ്രാന്തമായ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരിക. ഇതിന്റെ ഓപ്പോസിറ്റ് ക്വയറ്റ്, സൈലന്റ്, സെറീൻ, ശാന്തമായ, സൗമ്യമായ, നിശബ്ദമായ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ വാക്കുകൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാം. ഇനി 13ാമത്തെ ചോദ്യം. മേക്ക് സെന്റൻസസ് ഓഫ് യുവർ ഓൺ വിത്ത് എനി 2 ഓഫ് ദ ഫോളോയിങ് ഫ്രേസൽ വെർബ്സ്. താഴെ തന്നിരിക്കുന്ന ഫ്രേസൽ വെർബുകളിൽ ഏതെങ്കിലും 2 എണ്ണം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി സെന്റൻസുകൾ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫ്രേസൽ വെർബുകൾ നോക്കാം. എ, ക്ലാംപ് ഡൗൺ ഓൺ. ഇതിന്റെ അർത്ഥം ടു ടേക്ക് സ്ട്രോങ് ആക്ഷൻ ടു സ്റ്റോപ്പ് ഓർ ലിമിറ്റ് എ ഹാംഫുൾ ഓർ അൺവാണ്ടഡ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും നിർത്താനായി സ്ട്രോങ് ആക്ഷൻ എടുക്കുക. നമുക്കൊരു സെന്റൻസ് നോക്കാം. ദ ഗവൺമെന്റ് ഈസ് ക്ലാമ്പിംഗ് ഡൗൺ ഓൺ റാഗിംഗ്. റാഗിങ്ങിനെതിരെ ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കുന്നു. ബി, ഫോൾ ത്രൂ. ഫെയിൽ ടു ഹാപ്പൻ. ഒരു കാര്യം നടക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇത് വെച്ചൊരു സെന്റൻസ് നോക്കാം. വി ഫൗണ്ട് എ ബയർ ഫോർ അവർ ഹൗസ്
ബട്ട് ദെൻ ദ സെയിൽ ഫെൽ ത്രൂ. ഞങ്ങൾ ഞങ്ങളുടെ വീടിന് ഒരു ബയറിനെ കണ്ടുപിടിച്ചു, എന്നാൽ ആ സെയിൽ നടന്നില്ല, ആ വിൽപ്പന നടന്നില്ല. ഇനി സി, മേക്കപ്പ്. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. അതിലൊന്ന് കോമ്പൻസേറ്റ് എന്ന വാക്കാണ്, അതായത് കുറവ് നികത്തുക, നഷ്ടം നികത്തുക. ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു മേക്കപ്പ് ദ വർക്ക് ഐ മിസ്ഡ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച എനിക്ക് മിസ്സായി പോയ വർക്ക് മേക്കപ്പ് ചെയ്യേണ്ടതുണ്ട്, അത് നികത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പറയാം. ഇനി ഡി, സ്റ്റിക്ക് അപ്പ് ഫോർ. ഇതിന്റെ അർത്ഥം സപ്പോർട്ട് ഓർ ഡിഫെൻഡ് സംവൺ ഓർ സംതിങ്, എസ്പെഷ്യലി വെൻ ദാറ്റ് പേഴ്സൺ ഓർ തിങ് ഈസ് ബീങ് ക്രിട്ടിസൈസ്ഡ്. ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, ഇതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. നമുക്കൊരു സെന്റൻസ് നോക്കാം. ഹി ഓഫൺ സ്റ്റിക്സ് അപ്പ് ഫോർ ഹിസ് ബ്രദർ. അവൻ മിക്കപ്പോഴും അവന്റെ ബ്രദറിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദോസ് ഗീവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ, ദ 4 men dash towards us. ബ്രാക്കറ്റിൽ ഈസ് വാക്കിംഗ് ഓർ ആർ വാക്കിംഗ്. ഇവിടെ ഈസ് വാക്കിംഗ് ആണോ ആർ വാക്കിംഗ് ആണോ ചേർക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. തുടക്കത്തിലേക്ക് നോക്കുക. ദ 4 men, 4 പേരാണ് ഇവിടെയുള്ളത്. 4 പേരുള്ളപ്പോൾ ഇത് പ്ലൂറൽ ആണ്, സിംഗുലർ അല്ല. ഒരാളുള്ളപ്പോഴാണ് നമ്മൾ ഈസ് ചേർക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളപ്പോൾ നമ്മൾ ആർ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ആൻസർ ദ 4 men are walking towards us. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ദി ഓൾഡ് വുമൺ ഡാഷ് ക്ലോത്ത്സ് ഫോർ എ ലിവിങ്. ബ്രാക്കറ്റിൽ മേക്സ് ഓർ മേക്ക്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കുക, ദി ഓൾഡ് വുമൺ, എത്ര പേരുണ്ട്? ഒരൊറ്റയാളേ ഉള്ളൂ. ആ പ്രായം ചെന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ ഒറ്റയാളാണ് ഉള്ളത്. ഒരാളെ ഉള്ളെങ്കിൽ അവസാനം എസ് വരുന്ന വെർബാണ് നമുക്ക് വേണ്ടത്. ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ എസ് ഇല്ലാത്ത വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇസിൻ്റെയും ഹാസിൻ്റെയും ഒക്കെ കാര്യം ഇങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഒരു മാറ്റമുള്ളത് ഐയും യുവും വരുമ്പോഴാണ്. ഐയുടെ കൂടെയും യുവിൻ്റെ കൂടെയും എസ് ഉള്ള വെർബ് യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ദി ഓൾഡ് വുമൺ ഒരാളേ ഉള്ളൂ, അപ്പോൾ എസ് ഉള്ള വെർബാണ് വേണ്ടത്. അതുകൊണ്ട് മേക്സ് ആണ് നമുക്ക് വേണ്ടത്. ദി ഓൾഡ് വുമൺ മേക്സ് ക്ലോത്ത്സ് ഫോർ എ ലിവിങ്. ഇനി 15ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് എ കളക്റ്റീവ് നൗൺ ഫ്രം ദോസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു കളക്റ്റീവ് നൗൺ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. കളക്റ്റീവ് നൗൺ എന്നാൽ എന്താണ്? ഒരു ഗ്രൂപ്പിനെ കാണിക്കുന്ന വാക്കാണ്. ഇവിടെ തന്നിരിക്കുന്ന കളക്റ്റീവ് നൗൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പാക്ക്. പട്ടികളുടെയും ചെന്നായ്ക്കളുടെയും ഒക്കെ ഗ്രൂപ്പിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പാക്ക്. അടുത്തത് ഡെക്ക്. ചീട്ട് കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കാർഡുകളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ സാധാരണ ഡെക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഹേർഡ്. ആനയോ അല്ലെങ്കിൽ കന്നുകാലികളോ പോലെയൊക്കെയുള്ള മൃഗങ്ങളുടെ വലിയൊരു ഗ്രൂപ്പിനെയാണ് ഹേർഡ് എന്ന് പറയുന്നത്. അടുത്തത് ചെസ്റ്റ് ആണ്. വുഡൻ ബോക്സിനെയാണ് ചെസ്റ്റ് എന്ന് പറയുക. ഈ പല ഡ്രോകളൊക്കെയുള്ള ഒരു വലിയ പെട്ടി പോലെ വരുമ്പോൾ അതിനെ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ്, നമ്മുടെ കബോർഡ് പോലെയൊക്കെയുള്ള സംഭവത്തിന് നമുക്ക് ആ രീതിയിൽ പറയാം. ഇനി ടീം, ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിനെ പറയാനാണ് ടീം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. ഹി ഹിഡ് ദിസ് സീക്രട്ട് ഡയറി ഇൻ എ ഡാഷ് ഓഫ് ഡ്രോയേഴ്സ് ഇൻ ഹിസ് റൂം. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞത് വെച്ച് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഡാഷ് ഓഫ് ഡ്രോയേഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അവൻ തന്റെ ഡയറി ഡാഷ് ഓഫ് ഡ്രോയേഴ്സിൽ സൂക്ഷിച്ചു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ആണ്. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐ സ്പോട്ടഡ് എ ഡാഷ് ഓഫ് വൂൾസ് അറ്റ് ദി സാങ്ച്വറി. സാങ്ച്വറിയിൽ ഞാൻ ഒരു ചെന്നായ്ക്കളുടെ ഗ്രൂപ്പിനെ കണ്ടു എന്നുള്ളതാണ്. നമുക്ക് ആൻസർ കിട്ടും പാക്ക് ആണ്. പാക്ക് ഓഫ് വൂൾസ് ആണ്. ഇനി 16ാമത്തെ ചോദ്യം. യൂസ് ദ കറക്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് ഇൻ ദ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വെർബിന്റെ കറക്റ്റ് ടെൻസ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. വി ഡാഷ് ബ്രാക്കറ്റിൽ ഹാസ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. 10 വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായ അർത്ഥം അറിയില്ലെങ്കിൽ പോലും നമുക്കിവിടെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നതിനകത്ത് തന്നെ നമുക്ക് സൂചനയുണ്ട്. ഒന്ന് ഹാസ് എന്നുള്ള സംഭവമുണ്ട്, മറ്റൊന്ന് ലീവ് എന്നുള്ള വെർബുമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹാസ് എന്നുള്ളത് വിയുടെ കൂടെ നമുക്ക് ചേർക്കാൻ കഴിയില്ല.
കാരണം ഹാസ് എന്നുള്ളത് എസ് വരുന്ന വെർബാണ്. അത് സിംഗുലറിൻ്റെ കൂടെയാണ് ചേർക്കുന്നത്, ഒരാളുള്ളപ്പോഴാണ് ചേർക്കുന്നത്. എന്നാൽ ഇവിടെ വി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ ഹാസിൻ്റെ അതേ അർത്ഥം വരുന്ന ഹാസിൻ്റെ കൂടെ തന്നെയുള്ള ഹാവ് ആണ് നമുക്ക് വേണ്ടത്. വി ഹാവ്. ലീവ് എന്നുള്ള വെർബുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഹാസിനും ഹാവിനും ഹാഡിനും ശേഷം ഒരു വെർബ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ V3 മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ആൻസർ എന്ത് വരും? വി ഹാവ് ലീവ്ഡ് ഹിയർ ഫോർ 10 years. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് ബ്രാക്കറ്റിൽ റിസീവ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. ഒരാഴ്ച മുമ്പ് എനിക്ക് അവൻ്റെ കത്ത് കിട്ടി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ ഹിന്റ് എന്ന് പറയുന്നത് എ വീക്ക് എഗോ എന്നുള്ളതാണ്, ഒരാഴ്ച മുമ്പ് എന്നുള്ളതാണ്. ഒരാഴ്ച മുമ്പ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ഒരു പാസ്റ്റിലെ ടൈം കാണിക്കുന്ന ഒരു വാക്കാണ്. ഇങ്ങനെ പാസ്റ്റിലെ ടൈം കാണിക്കുന്ന വാക്കുകൾ, അതായത് എസ്റ്റർഡേ, 2 days ago, 1 week ago, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വന്നാൽ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ വേണം എഴുതാൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വെർബിൻ്റെ V2 ഉപയോഗിക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ഫോം ഉപയോഗിക്കുക. ഇവിടെ തന്നിരിക്കുന്ന വെർബ് റിസീവ് ആണ്. ഇതിൻ്റെ V2 എന്ന് പറയുമ്പോൾ റിസീവ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ഐ റിസീവ്ഡ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. ഇനി 17ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ സ്യൂട്ടബിൾ ഡിഗ്രി ഓഫ് ദി അഡ്ജക്റ്റീവ് ഗീവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന അഡ്ജക്റ്റീവിൻ്റെ ശരിയായ ഡിഗ്രി ഉപയോഗിച്ച് ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്ജക്റ്റീവിൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡിഗ്രി, അതാണ് ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത്. ഇനി അടുത്ത ഡിഗ്രി എന്ന് പറയുമ്പോൾ കമ്പാരറ്റീവ് ഡിഗ്രി, അതിൻ്റെ അടുത്ത ഡിഗ്രി എന്ന് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബിഗ് എന്നുള്ള വാക്ക് പോസിറ്റീവ് ഡിഗ്രിയാണ്, അതിൻ്റെ കമ്പാരറ്റീവ് ബിഗർ എന്നുള്ളതാണ്, അതിൻ്റെ സൂപ്പർലേറ്റീവ് ബിഗസ്റ്റ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ശരിയായത് ഏതാണോ അത് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ക്വസ്റ്റ്യൻ നോക്കാം. ലെഡ് ഈസ് ഡാഷ് ദാൻ അതർ മെറ്റൽസ്. ലെഡ് എന്ന് പറയുന്നത് മറ്റ് മെറ്റലുകളേക്കാൾ ഡാഷാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ ഹെവി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹിന്റ് എന്ന് പറയുന്നത് ദാൻ എന്നുള്ള വാക്കാണ്. ദാൻ എന്ന വാക്ക് വന്നാൽ അതിനു മുമ്പിൽ ഉപയോഗിക്കേണ്ടത് കമ്പാരറ്റീവ് ഡിഗ്രിയാണ്, അതായത് രണ്ടാമത്തെ രൂപമാണ്. അഡ്ജക്റ്റീവിൻ്റെ രണ്ടാമത്തെ രൂപം. ഇപ്പോൾ ഹെവി എന്നുള്ളതാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ്, അത് പോസിറ്റീവാണ്. അതിൻ്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഹെവിയർ എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ ലെഡ് ഈസ് ഹെവിയർ ദാൻ അതർ മെറ്റൽസ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈഗർ ഈസ് ദ ഡാഷ് ഓഫ് ഓൾ ആനിമൽസ്. ബ്രാക്കറ്റിൽ ഫിയേഴ്സ്. എല്ലാ മൃഗങ്ങളെയും വെച്ച് നോക്കുമ്പോൾ കടുവയാണ് ഏറ്റവും ശൗര്യമുള്ളത്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ശൗര്യമുള്ളത് എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് സൂപ്പർലേറ്റീവ് ആണ്, മൂന്നാമത്തതാണ്. മറ്റൊരു ഹിന്റ് എന്ന് പറയുന്നത് ദായാണ്. ദായ്ക്ക് ശേഷം സാധാരണ ഉപയോഗിക്കുക സൂപ്പർലേറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഫിയേഴ്സ് എന്നുള്ള വാക്ക് അതിൻ്റെ കമ്പാരിറ്റീവ് ഫിയേഴ്സർ ആണ്, അതിൻ്റെ സൂപ്പർലേറ്റീവ് മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഫിയേഴ്സസ്റ്റ് ആണ്. അപ്പോൾ ആൻസർ ദ ടൈഗർ ഈസ് ദ ഫിയേഴ്സസ്റ്റ് ഓഫ് ഓൾ ആനിമൽസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കറക്റ്റ് ദി എറേഴ്സ് ഇൻ ദ വേർഡ്സ് ഗീവൺ ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളിലെ തെറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ ചോദ്യം. It is recommendable that you charge the mobile phone before first use. ആദ്യത്തെ ഉപയോഗത്തിന് മുമ്പ് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുക എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ റെക്കമെൻഡബിൾ എന്നുള്ള വാക്കാണ് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്ന കാര്യമാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ റെക്കമെൻഡഡ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. റെക്കമെൻഡബിൾ എന്നല്ല, റെക്കമെൻഡഡ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഇറ്റ് ഈസ് റെക്കമെൻഡഡ്, ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. കൈൻഡ്ലി നോട്ട് അവർ അഡ്രസ് ഫോർ ഓൾ ഫാർദർ കമ്മ്യൂണിക്കേഷൻ. ഇനി അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് ഞങ്ങളുടെ അഡ്രസ്സ് നോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫാർദർ എന്ന വാക്കാണ് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് ഫാർദർ എന്നല്ല, ഫേർദർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഫാർദർ എന്ന് പറയുമ്പോൾ ദൂരത്തെ കാണിക്കുന്ന വാക്കാണ്. ഇനി അങ്ങോട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഫേർദർ, FURTHER എന്ന വാക്കാണ് നമുക്ക് വേണ്ടത്. ഇനി 19ാമത്തെ ചോദ്യം. ഇതേപോലെയുള്ള ചോദ്യം തന്നെയാണ്. അതിനകത്തെ എ ക്വസ്റ്റ്യൻ.
She wasted all her time in chatting and did not find the time to complete her work. അവൾ അവളുടെ സമയം മുഴുവൻ ചാറ്റിങ്ങിന് നൽകി, എന്നിട്ട് അവൾക്ക് ജോലി തീർക്കാൻ സമയം കിട്ടിയില്ല. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വെസ്റ്റഡ് എന്ന വാക്കാണ് ഇവിടെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത്. വെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നിക്ഷിപ്തമായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇവിടെ അവൾ ചാറ്റിങ്ങിന് അവളുടെ സമയം മുഴുവൻ നൽകി എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ വേണ്ട വാക്കെന്ന് പറയുന്നത് ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റഡ്, അതാണ് നമുക്ക് വേണ്ട വാക്ക്. ഇനി ബി ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് എ ലാൻഡ് ഡിസ്പ്യൂട്ട് ദി ഒഫീഷ്യൽസ് വിൽ ഡിറ്റർമിൻ ഹൗ ദ പ്രോപ്പർട്ടി ഈസ് ടു ബി ഡിവിഡൻഡ്. ഭൂമിയുടെ കാര്യത്തിൽ ഒരു തർക്കം വന്നാൽ ഒഫീഷ്യൽസ്, ഉദ്യോഗസ്ഥർ തീരുമാനിക്കും എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി, സ്ഥലം വിഭജിക്കേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇറ്റാലിക്സിലുള്ള വാക്ക് ഡിവിഡൻഡ് എന്നതാണ്. ഡിവിഡൻഡ് എന്നാൽ ലാഭവിഹിതം എന്നാണ്. ഒരു കമ്പനിയൊക്കെ നടത്തുമ്പോൾ അതിനകത്തുള്ള ലാഭം ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നതിനാണ്, ആ ഒരു ഷെയറിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ലാഭവിഹിതം എന്ന് പറയുന്നത്. ഇവിടെ അതല്ല വേണ്ടത്, നമുക്ക് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഡിവൈഡഡ് എന്നുള്ള വാക്കാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ വീതിച്ചു കൊടുക്കും എന്ന രീതിയിലാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ആൻസർ ഡിവൈഡഡ് ആണ്. ഇനി 20ാമത്തെ ചോദ്യം, fill in the blanks with the suitable words from those given in brackets. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് അനുയോജ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളൊന്ന് നോക്കാം. ഒന്ന് ഒബ്റ്റെയിൻ, നേടുക എന്നുള്ള അർത്ഥം വരുന്ന ഒബ്റ്റെയിൻ എന്ന വാക്കാണ്. 2 അസിമിലേറ്റ്. അസിമിലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കി നമ്മുടെ അറിവിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ്. സാംശീകരിക്കുക എന്ന് പറയുന്ന വാക്കാണ്. ഇനി 3ാമത്തെ വാക്ക് പെരണിയലാണ്, വറ്റാത്ത, ഒരിക്കലും തീരാത്ത എന്നൊക്കെ അർത്ഥം വരുന്ന വാക്ക്. 4ാമത്തത് ഡെവലപ്പാണ്, വികസിപ്പിക്കുക, വളർത്തുക എന്നൊക്കെ അർത്ഥം വരുന്ന ഡെവലപ്പ് എന്ന വാക്കാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ട്രെയിൻ ആൻഡ് ഡാഷ് യുവർ മൈൻഡ് ആൻഡ് അക്വയർ നോളജ്. നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യുകയും ഡാഷ് ചെയ്യുകയും ചെയ്യുക. അവിടെ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും, ഡെവലപ്പ് ചെയ്യുക, അല്ലെ? മനസ്സിനെ വളർത്തിയെടുക്കുക, ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിച്ചെടുക്കുക, അത് നിങ്ങളുടെ കടമയാണ്. ആൻഡ് അക്വയർ നോളജ്, എന്നിട്ട് അറിവ് നേടുക, അത് നിങ്ങളുടെ കടമയാണ്. ആസ് മച്ച് നോളജ് ആസ് യു പോസിബിളി ക്യാൻ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര അറിവ് നേടുക. പോസിബിളി ക്യാൻ ഡാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങളെ കൊണ്ട് നേടാൻ കഴിയുന്നത്ര. അപ്പം നേടുക എന്നർത്ഥം വരുന്ന വാക്ക് വേണം, അത് ഒബ്റ്റെയിൻ ആണ്. ഒബ്റ്റെയിൻ. അപ്പോൾ നിങ്ങളെ കൊണ്ട് നേടാൻ കഴിയുന്നത്രയും അറിവ് നേടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മനസ്സിനെ വളർത്തുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നോളജ് ഈസ് ലൈക്ക് എ ഡീപ്പ് വെൽ. അറിവെന്ന് പറയുന്നത് ആഴമുള്ള ഒരു കിണർ പോലെയാണ്. ഫെഡ് ബൈ ഡാഷ് സ്പ്രിങ്സ്. അവിടെ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പെരണിയൽ സ്പ്രിങ്സ്, വറ്റാത്ത ഉറവകളാൽ ഉണ്ടാക്കപ്പെടുന്നൊരു കിണർ, വറ്റാത്ത ഉറവകൾ വന്നു ചേരുന്ന ഒരു കിണർ. അപ്പോൾ ആ രീതിയിലാണ് വരേണ്ടത്, അതുകൊണ്ട് പെരണിയലാണ്. ആൻഡ് യുവർ മൈൻഡ് ഈസ് ദ ലിറ്റിൽ ബക്കറ്റ്. നിങ്ങളുടെ മനസ്സൊരു കുഞ്ഞു ബക്കറ്റാണ്. ദാറ്റ് യു ഡ്രോപ്പ് ഇൻ ടു ഇറ്റ്. നിങ്ങൾ അതിലേക്ക് ഇടുന്ന, ആ കിണറിലേക്ക് ഇടുന്ന ഒരു കുഞ്ഞു ബക്കറ്റാണ് നിങ്ങളുടെ മനസ്സ്. യു വിൽ ഗെറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. നിങ്ങൾക്ക് കിട്ടും എന്ത്? ആസ് മച്ച് ആസ് യു ക്യാൻ ഡാഷ്. ഇനി ഒരൊറ്റ വാക്ക് മാത്രമേ ബാക്കിയുള്ളൂ, അത് അസിമിലേറ്റ് ആണ്. നിങ്ങൾക്ക് സാംശീകരിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുന്ന, നിങ്ങളുടെ അറിവിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 20ാമത്തെ ചോദ്യം. ഇനി 21ാമത്തെ ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എ, $8 ഡാഷ് ദ പ്രൈസ് ഓഫ് എ ടിക്കറ്റ്. ബ്രാക്കറ്റിൽ ഈസ് ഓർ ആർ. $8 കൂടെ ഈസ് ആണോ ആർ ആണോ ചേരുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. സിമ്പിളായിട്ട് പറയാം. ഇത് കണക്ക് പൈസ, അളവ്, ദൂരം ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, അതിനോടൊപ്പം എപ്പോഴും ഈസ് ആണ് ചേർക്കുന്നത്. ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരളവ് ഇതൊക്കെ കാണിക്കുമ്പോൾ ഈസ് ആണ് വേണ്ടത്. $8 എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ട് ആറാണ് അതിൻ്റെ കൂടെ വേണ്ടത് എന്നാരും ചിന്തിക്കരുത്. ഇങ്ങനെയുള്ള അളവുകളും പൈസയും ഒക്കെ പറയുമ്പോൾ ഈസ് ആണ് അതിനോടൊപ്പം ചേർക്കുക. $8 ഈസ് ദ പ്രൈസ് ഓഫ് എ ടിക്കറ്റ്. അടുത്ത ബി ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ബി ഓണേർഡ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ. ബ്രാക്കറ്റിൽ ഷാൽ ഓർ വുഡ്. ഇവിടെ ഐ ഷാൽ ബി ഓണേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്, എനിക്ക് അഭിമാനമാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്കിവിടെ വേണ്ടത് ഐ വുഡ് ബി ഓണേർഡ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്നുള്ളതാണ്. അതൊരു മര്യാദയെ കാണിക്കുന്ന പ്രയോഗമാണ്. ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്താൽ അതെനിക്കൊരു അംഗീകാരമായിരിക്കും,
അങ്ങനെ പറയാനായിട്ട്, പൊളൈറ്റ്നെസ്സിനെ കാണിക്കാനായിട്ട്, നമ്മുടെ മര്യാദയെ കാണിക്കാനായിട്ട് ഐ വുഡ് ബി ഓണേർഡ് ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്നാണ് പറയുക. ഇനി 22ാമത്തെ ചോദ്യം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദി അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ നിന്ന് യോജിക്കുന്ന വാക്ക് തിരഞ്ഞെടുത്ത് എന്ത് ചെയ്യുക? ബ്ലാങ്ക്സ് ഫിൽ ചെയ്യുക. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാക്കുകൾ: 1 ബിഫോർ, 2 ക്വൈറ്റ്, 3 നെവർ, 4 വെൽ, 5 വൺസ്. ബിഫോർ മുമ്പ്, ക്വൈറ്റ് തീർത്തും പൂർണ്ണമായി, നെവർ ഒരിക്കലുമില്ല, വെൽ നന്നായി, വൺസ് ഒരിക്കൽ. ഈ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ദീസ് മാംഗോസ് ആർ ഡാഷ് റൈപ്പ്. ദീസ് മാംഗോസ് ആർ, ഈ മാങ്ങകളൊക്കെ നന്നായിട്ട് പഴുത്തതാണ്, തീർത്തും പഴുത്തതാണ്. ശരിക്കും ഇവിടെ നമുക്ക് വേണ്ട വാക്കെന്ന് പറയുന്നത് ക്വൈറ്റ് എന്നുള്ളതാണ്. തീർത്തും പഴുത്തതാണ്, നല്ല രീതിയിൽ പഴുത്തതാണ് എന്ന് പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട വാക്ക് ക്വൈറ്റ് എന്നുള്ളതാണ്. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഹീ ഡാഷ് മെറ്റ് മീ ഇൻ കെയ്റോ. അവൻ എന്നെ കെയ്റോയിൽ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ ചേരുന്ന വാക്ക് വൺസ് എന്നുള്ളതാണ്. ഹീ വൺസ് മെറ്റ് മീ ഇൻ കെയ്റോ. അവൻ എന്നെ കെയ്റോയിൽ വെച്ച് ഒരിക്കൽ കണ്ടു എന്നുള്ളതാണ് ഇവിടെ. ഞങ്ങൾ കെയ്റോയിൽ വെച്ച് ഒരിക്കൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണ ബിഫോർ എന്ന വാക്കും നെവർ എന്ന വാക്കും ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസുകളിലാണ്. ഇത് പെർഫെക്റ്റ് ടെൻസ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. സാധാരണ അപ്പോൾ വൺസ് എന്നുള്ളതാണ് ഇതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ടത്. ഇനി 23ാമത്തെ ചോദ്യം. യൂസ് ദ കറക്റ്റ് ടെൻസ് ഓഫ് ദി വെർബ് ഇൻ ദ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബുകളുടെ കറക്റ്റ് ടെൻസ് ഉപയോഗിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ടെമ്പസ്റ്റ് ഡാഷ് ദ ഷിപ്പ് എഷോർ. കാറ്റ് കപ്പലിനെ അടിച്ച് തീരത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബ് ബ്ലോയാണ്. ആക്ച്വലി ഇതൊരു ഓപ്ഷനുള്ള ചോദ്യമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ 2 തരത്തിൽ നമുക്കിത് എഴുതാൻ പറ്റും. കാരണം ഏത് ടെൻസ് ഉപയോഗിക്കണമെന്ന് കാണിക്കുന്ന സൂചകങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമുക്കിത് സിമ്പിൾ പാസ്റ്റിലും എഴുതാൻ പറ്റും, സിമ്പിൾ പ്രസൻറ്റിലും എഴുതാൻ പറ്റും. സിമ്പിൾ പാസ്റ്റിൽ എഴുതിയാൽ തന്നിരിക്കുന്ന വെർബിൻ്റെ V2 വേണം. അതായത് ദ ടെമ്പസ്റ്റ് ബ്ലൂ ദ ഷിപ്പ് എഷോർ എന്ന് വരും. ഇനി സിമ്പിൾ പ്രസന്റ് ആണെങ്കിലോ, ഇത് ടെമ്പസ്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ബ്ലോസ് എന്ന് എടുക്കേണ്ടി വരും. ദ ടെമ്പസ്റ്റ് ബ്ലോസ് ദ ഷിപ്പ് എഷോർ. ഈ രണ്ടും ശരി തന്നെയാണ്. അല്ലാതെ ഏത് ടെൻസ് എന്ന് കാണിക്കുന്ന സൂചകങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഓവർ ദ ഫെൻസ് ദ തീഫ് എസ്കേപ്ഡ്. വേലിയുടെ മുകളിൽ കൂടി ചാടി ആ കള്ളൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വെർബ് ജമ്പാണ്. ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ ആ വെർബിൻ്റെ ING എടുത്താണ് പറയേണ്ടത്. സബ്ജക്റ്റ് ഒന്നും തുടക്കത്തിലില്ല, ഡയറക്റ്റ് വെർബ് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പറയേണ്ടി വരുമ്പോൾ നമുക്ക് ING ചേർത്തിട്ടാണ് പറയേണ്ടത്. ജമ്പിങ് ഓവർ ദ ഫെൻസ് ദ തീഫ് എസ്കേപ്ഡ്. 2ാമത്തെ ഭാഗത്താണ് തീഫ് സബ്ജക്റ്റ് വരുന്നത്. ഇനി അങ്ങോട്ടുള്ള 3 ചോദ്യങ്ങൾ, അതായത് 24ാമത്തെ ചോദ്യം, 25ാമത്തെ ചോദ്യം, 26ാമത്തെ ചോദ്യം, ഇത് 3ഉം ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. 24ാമത്തെ പാരഗ്രാഫ് സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് വായിക്കാനായിട്ട് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ദി NIO's ഗേജ്? NIOയുടെ, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയുടെ ഗേജിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ NIO സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നോക്കാനുള്ള, നിരീക്ഷിക്കാനുള്ള ഒരു ഉപകരണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെയാണ് ഗേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വായിക്കുന്നത് ഗോജ് എന്നല്ല, ഗേജ് എന്നാണ്. ആ ഗേജിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇതാണ് ചോദ്യം. ഉത്തരം നമുക്ക് നോക്കാം. The NIO's gauge monitors coastal sea level changes in real time and shares the data online for public access and broadcasting. ഈ NIOയുടെ ഗേജ്, ഈ ഒരു അളക്കുന്ന ഉപകരണം, മോണിറ്റേഴ്സ് കോസ്റ്റൽ സീ ലെവൽ ചേഞ്ചസ്, തീരപ്രദേശത്തുള്ള കടലിൻ്റെ ലെവലിനുള്ള സീ ലെവലിൻ്റെ വ്യത്യാസങ്ങൾ അത് മോണിറ്റർ ചെയ്യും, നിരീക്ഷിക്കും. റിയൽ ടൈമിൽ ഓരോരോ സമയങ്ങളിലും അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഷെയർസ് ദ ഡേറ്റ ഓൺലൈൻ. എന്നിട്ട് ഈ ഡേറ്റ, ആ വിവരങ്ങൾ ഓൺലൈനിൽ നൽകും, പങ്കുവെക്കും. ഫോർ പബ്ലിക് ആക്സസ്, പബ്ലിക്കിന് കാണാൻ പറ്റുന്ന രീതിയിൽ. ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ എടുത്ത് വാർത്തകളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും? ഇത് ഓൺലൈനിൽ കാണിക്കും. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി ബി ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ആൻ അഡീഷണൽ ബെനിഫിറ്റ് ഓഫ് സച്ച് ഗേജസ്. ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ഇതാണ് ചോദ്യം. ഉത്തരം നോക്കാം.
An additional benefit is that it helps disaster management agencies issue timely warnings to coastal communities, enhancing their safety during oceanic hazards. അതായത് ഇതിൻ്റെ അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏജൻസികൾക്ക് എന്താണ് ടൈംലി വാർണിംഗ് ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷ ഒരുക്കാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ചോദ്യമാണ്. അവിടെയും ഇതുപോലെ പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു. ആ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന എ ക്വസ്റ്റ്യൻ നോക്കാം. What predictions do the author make regarding the fate of sanctuaries? സാങ്ച്വറികളുടെ, വന്യജീവി സങ്കേതങ്ങളുടെ ഭാവിയുമായിട്ട്, വിധിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രഡിക്ഷൻസ് ആണ്, എന്തൊക്കെ പ്രവചനങ്ങളാണ് ഈ ഓഥർ നടത്തുന്നത്, എഴുത്തുകാരൻ നടത്തുന്നത്? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം നോക്കാം. The author predicts that sanctuaries will be destroyed by humans unless they exercise foresight and self-control. എഴുത്തുകാരൻ പ്രവചിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സാങ്ച്വറീസ് ഒക്കെ നശിപ്പിക്കും. ആര് നശിപ്പിക്കും? ഹ്യൂമൻസ്, മനുഷ്യർ തന്നെ നശിപ്പിക്കും. അൺലെസ്, അല്ലാത്ത പക്ഷം, എന്തല്ലാത്ത പക്ഷം? ദേ എക്സസൈസ് ഫോർസൈറ്റ്, അവർ ദീർഘവീക്ഷണത്തോടെ പെരുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ സെൽഫ് കൺട്രോൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യർ തന്നെ ഈ സാങ്ച്വറികളൊക്കെ നശിപ്പിക്കുമെന്നുള്ളതാണ് എഴുത്തുകാരൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് ദ ഫോളോയിങ്. ഇനി പറയുന്ന അർത്ഥം വരുന്ന വാക്ക് ഈ പാസേജിൽ നിന്ന് കണ്ടെത്തുക. ദി എബിലിറ്റി ടു പ്രെഡിക്റ്റ് വാട്ട് വിൽ ഹാപ്പൻ ഓർ ബി നീഡഡ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ എന്ത് സംഭവിക്കും, അല്ലെ ഭാവിയിൽ എന്ത് ആവശ്യം വരും എന്ന് പറയാനുള്ള ആ ഒരു കഴിവ്. ഈ അർത്ഥം വരുന്ന വാക്ക് പാസേജിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ആ വാക്കെന്ന് പറയുന്നത് ഫോർസൈറ്റ് എന്നുള്ളതാണ്, ദീർഘവീക്ഷണം എന്നുള്ളതാണ്. ഇനി 26ാമത്തെ ചോദ്യം, അതും ഇതുപോലെ പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്നുള്ള എ ക്വസ്റ്റ്യൻ നോക്കാം. How does the author describe a legitimate or popular government? എങ്ങനെയാണ് ഒരു ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ പോപ്പുലർ ഗവൺമെന്റിനെ ഓഥർ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിവരിക്കുന്നത്? എന്താണ് ഒരു ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ പോപ്പുലർ ഗവൺമെന്റ് എന്നാണ് എഴുത്തുകാരൻ പറയുന്നത്? ഇതാണ് എ ക്വസ്റ്റ്യൻ. ഉത്തരം നോക്കാം. ദി ഓഥർ ഡിസ്ക്രൈബ്സ് എ ലെജിറ്റിമേറ്റ് ഓർ പോപ്പുലർ ഗവൺമെന്റ് ആസ് വൺ ദാറ്റ് എയിംസ് ഫോർ ദ ഗുഡ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ഫോളോസ് ദി ജനറൽ വിൽ. എഴുത്തുകാരൻ ഒരു ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ പോപ്പുലർ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതിനെയാണ്. ദാറ്റ് എയിംസ് ഫോർ ദ ഗുഡ് ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ നന്മ ലക്ഷ്യം വെക്കുന്ന ഗവൺമെന്റ്, ആൻഡ് ഫോളോസ് ദി ജനറൽ വിൽ, പൊതുവെയുള്ള താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ്, അതിനെയാണ് ലെജിറ്റിമേറ്റ് അല്ലെങ്കിൽ പോപ്പുലർ ഗവൺമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വൺ വെർച്യു ദാറ്റ് ഈസ് നെസസറി ഫോർ ദ പീപ്പിൾ ടു ബി ഇൻ എ പൊസിഷൻ ടു മേക്ക് നോൺ ദെയർ വിൽ? ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ അറിയിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ആ വെർച്യു, ആവശ്യമായിട്ടുള്ള ആ ഗുണം ഏതാണ്? ഉത്തരം നോക്കാം. ദ വൺ വെർച്യു നെസസറി ഫോർ ദ പീപ്പിൾ ടു മേക്ക് നോൺ ദെയർ വിൽ ഈസ് ഫ്രീഡം. ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള ആ ഒരു വെർച്യു എന്ന് പറയുന്നത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ്. ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്